ദൈവത്തിന് സ്തുതി. പ്രിയമുള്ളവരെ, നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന മരിയൻ സന്ദേശ ഗ്രന്ഥത്തിൻ്റെ വായനയാണ്. ഇന്ന് ദിവസം 108. ഈ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാനോ ഗോബി എന്ന വൈദികന് നൽകിയവയാണ്. അന്ത്യകാലഘട്ടത്തിലേക്ക് നമ്മെ ഒരുക്കുന്നതിനായി അമ്മ നൽകിയ ഈ സന്ദേശങ്ങൾ വൈദികർക്കെന്നതുപോലെ തന്നെ മറ്റെല്ലാവർക്കും ബാധകമാണ്. പരിശുദ്ധ അമ്മയുടെ ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കണമെങ്കിൽ ദയവായി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. അമ്മയുടെ ഈ സന്ദേശങ്ങളെ ഷെയർ ചെയ്ത് നമുക്കും സുവിശേഷവൽക്കരണ ദൗത്യത്തിൽ പങ്കാളികളാകാം. നിങ്ങളുടെ നിർദ്ദേശങ്ങളും വിലയേറിയ അഭിപ്രായങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്ക് വായനയിലേക്ക് പ്രവേശിക്കാം. റൂബിയോ, ആഗസ്റ്റ് 15, 1988. ഫീസ്റ്റ് ഓഫ് ദ അസംപ്ഷൻ ഓഫ് ബ്ലെസ്സഡ് വെർജിൻ മേരി ഇൻ ടു ഹെവൻ. സോളം ക്ലോസിംഗ് ഓഫ് മരിയൻ ഇയർ. 386. ഞാൻ ശക്തിയോടെ ഇടപെട്ടു. വത്സലപുത്രന്മാരെ, എൻ്റെ സമാധാനത്തിൽ ജീവിക്കുക. ശരീരത്തോടുകൂടി സ്വർഗാരോപണം ചെയ്യാൻ എനിക്ക് ലഭ്യമായ അവകാശത്തെ സഭ മുഴുവനും കൊണ്ടാടി ആദരിക്കുന്ന ഇന്നേ ദിവസം സൂര്യനെ ഉടയാടിയാക്കിയ സ്ത്രീയായ എന്നിലേക്ക് നിങ്ങൾ ദൃഷ്ടി ഉയർത്തുകയാണല്ലോ. കഴിഞ്ഞ വർഷം പെന്തക്കുസ്താ ദിവസം എൻ്റെ ബഹുമാനാർത്ഥം തുടക്കം കുറിച്ച ഒരു വിശേഷാൽ മരിയൻ വർഷം എൻ്റെ പാപ്പ ഭക്ത്യാദരപൂർവ്വം ഔദ്യോഗികമായി സമാപനം കുറിക്കുകയാണല്ലോ. ആയത് എൻ്റെ പ്രതീക്ഷയ്ക്കും ആഗ്രഹത്തിനുമൊത്ത് വളർന്നില്ലെങ്കിൽ തന്നെയും എൻ്റെ പാപ്പ സഭയുടെ നാമത്തിൽ എനിക്ക് നൽകാൻ ആഗ്രഹിച്ച വിശേഷാൽ കാഴ്ചവെപ്പിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ മരിയൻ വർഷം അതിൻ്റെ സമാപന നിമിഷങ്ങളിൽ എത്തിയിരിക്കുന്ന ഈ നാളുകളിൽ സഭയുടെയും മാനവരാശിയുടെയും ജീവിതത്തിൽ ഞാൻ ശക്തിപൂർവ്വം ഇടപെട്ടിരിക്കുന്നു. ഈ മരിയൻ വർഷത്തിൽ തങ്ങളുടെ ജീവിതത്തിൻ്റെ വാതായനങ്ങൾ എനിക്കായി തുറന്നു തന്ന അനേകം മക്കളുടെ ഹൃദയത്തിലും ആത്മാവിലും ജീവിതത്തിലും എൻ്റെ മാതൃപ്രവർത്തനം നടത്തുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. എല്ലാറ്റിനുമുപരിയായി എൻ്റെ വിമല ഹൃദയത്തിന് തങ്ങളുടെ ആത്മീയ പ്രതിഷ്ഠാ പ്രകരണങ്ങളാൽ പൂർണ്ണമായി ഫലമേൽപ്പിക്കപ്പെട്ട എല്ലാവരുടെയും ജീവിതത്തിൽ എൻ്റെ മഹത്തായ ശക്തി പ്രയോഗിക്കുവാൻ കഴിഞ്ഞു. പടിവാതിൽക്കലെത്തിയിരിക്കുന്ന പുതുയുഗത്തിൻ്റെ വലിയ വിശുദ്ധിയുടെ പൂമൊട്ടുകൾ എൻ്റെ സ്വർഗീയ പൂങ്കാവനത്തിൽ ഞാൻ കരുതിയിരിക്കുകയാണ്. ഈ മരിയൻ വർഷത്തിൽ സഭയുടെ ജീവിതത്തിലും ശക്തിയുക്തം ഞാൻ ഇടപെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ തിന്മയുടെ നിശാചര ശക്തികൾ നാനാഭാഗത്തു നിന്നും അതിൻ്റെ കെണികൾ വയ്ക്കുകയാണ്. മേസണറി മെനഞ്ഞെടുത്ത കറുത്ത ഉപജാപങ്ങൾ അവരുടെ അനുയായികളെ സഭയുടെ ഉന്നത ശ്രേണികളിൽ തിരുക്കി കയറ്റി അതിൻ്റെ സഭയുടെ പ്രവർത്തനങ്ങളെ മരവിപ്പിക്കുകയും അതിൻ്റെ അപ്പസ്തോലിക തീഷ്ണതയെ അണയ്ക്കുകയും ചെയ്യുന്നതിൽ വിജയം വരിച്ചിരിക്കുന്നു. എൻ്റെ ഇടയന്മാരുടെ ഇടയിൽ നിന്ന് തന്നെ പലരും ഫലശൂന്യതയാലും മന്ദോഷ്ണതയാലും ഓജസ്സറ്റവരായി തീരുകയും ഈ സമയത്ത് എൻ്റെ പ്രിയമകളുടെ തിരുസഭയുടെ പ്രാണവേദനയുടെ ദുഃഖകരമായ നിമിഷങ്ങളിൽ അവളോടൊത്ത് ജീവിക്കുവാനും അവളുടെ കൈപ്പേറിയ പാനപാത്രം രുചിക്കുവാനും അവളുടെ വേദന സഹിക്കുവാനും അവളുടെ അഗാധ മുറിവുകൾ പങ്കുവയ്ക്കുവാനും ഞാൻ ഇടയാക്കുകയാണ്. ഈ മരിയൻ വർഷത്തിൽ സാധു മനുഷ്യകുലത്തെ രക്ഷിക്കാൻ ഞാൻ ശക്തിയായി ഇടപെട്ടിട്ടുള്ളതാണ്. കഷ്ടമേ, മാനസാന്തരത്തിനു വേണ്ടിയുള്ള എൻ്റെ അഭ്യർത്ഥനകൾ സ്വീകരിക്കപ്പെട്ടു കാണുന്നില്ല. ആളുകൾ മതത്യാഗ മനസ്ഥിതിയിലും ദൈവത്തെ എതിർത്തും പാപത്തിലും സാമൂഹ്യ തിന്മകളിലും ദൈവദൂഷണത്തിലും വിദ്വേഷത്തിലും അവിശുദ്ധിയിലും തുടർന്നു ജീവിക്കുന്നു. അതിനാൽ എന്നെ ശ്രവിക്കുകയും അനുഗമിക്കുകയും ചെയ്യുന്നവരായ എൻ്റെ എല്ലാ മക്കളോടും ഞാൻ അടിയന്തിരമായി ആവശ്യപ്പെടുന്നതെന്നാൽ നിങ്ങൾ ഈശോയുടെ മഹാദാനമായ ദൈവകാരുണ്യം ലഭിക്കുന്നതിനായി പ്രാർത്ഥനയുടെയും പരിഹാരത്തിൻ്റെയും കൂട്ടായ്മ യോഗങ്ങൾ സെനക്കിൽ നടത്തുക എന്നതാണ്. ഈ യോഗങ്ങൾ ഈ മരിയൻ വർഷത്തിൽ എല്ലായിടത്തും പ്രചരിപ്പിക്കുകയും അവ എണ്ണത്തിലും ഉദാരതയിലും ഇരട്ടിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ദുഃഖം നിറഞ്ഞ ഹൃദയത്തിന് വളരെ ആശ്വാസം തരുന്നത്. എൻ്റെ അനവധിയായ മക്കളുടെ പ്രാർത്ഥനയുടെയും പരിഹാരത്തിൻ്റെയും പ്രതികരണ ഫലമായി ലോകത്തിന് വന്നു ഭവിക്കുന്ന സ്വർഗീയ നീതിയിൽ നിന്നുള്ള മഹാശിക്ഷ ഒരിക്കൽ കൂടി ഒഴിവാക്കുവാൻ ഞാൻ ഇടപെട്ടിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ മരിയൻ വർഷത്തിൻ്റെ സമാപനത്തോടു കൂടി മാനവരാശിയുടെ മാനസാന്തരത്തിനായി കർത്താവ് അനുവദിച്ചു വന്നിരുന്ന സമയം അതിൻ്റെ അവസാന പരിധിയിലെത്തിയിരിക്കുന്നു. നിങ്ങളിപ്പോൾ ഞാൻ പ്രവചിച്ചിട്ടുള്ളതായ സംഭവങ്ങളുടെ പടിവാതിൽക്കൽ എത്തിയിരിക്കുന്നു. അക്കാരണത്താലാണ് നിങ്ങൾ ഓരോരുത്തരും സ്വർഗീയ വരപ്രസാദത്തിലും പുത്രസഹജമായി മുക്തമാക്കപ്പെട്ടുകൊണ്ട്
ആത്മവിശ്വാസത്തോടുകൂടി എന്നോടൊപ്പം നടന്നു മുന്നേറുവാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾ എൻ്റെ പ്രശാന്തിയിലും വെളിച്ചത്തിലും നിലനിൽക്കുന്നതാണ്. ഇത്തരണത്തിൽ മാത്രമേ ഈ ഘോരാന്ധകാര സമയത്ത് ഭൂമിയെ പ്രകാശമാനമാക്കുവാനും നിങ്ങൾക്ക് കഴിയുകയുള്ളൂ. ഈ വിശുദ്ധ ഗിരിശൃംഖത്തിൽ നിങ്ങളെയെല്ലാം കരുണയുടെ ദൃഷ്ടികൾ കൊണ്ട് നോക്കുകയും നിങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്തുകൊള്ളുന്നു. വിയന്ന, ഓസ്ട്രിയ, ആഗസ്റ്റ് 31, 1988. സ്പിരിച്വൽ എക്സർസൈസ് ഇൻ ദ ഫോം ഓഫ് സെനക്കിൾ വിത്ത് ദ പ്രീസ്റ്റ് ഓഫ് MMP ഓഫ് ഓസ്ട്രിയ, ജർമ്മനി, യുഗ്ലോസാവിയ ആൻഡ് ഹംഗറി. 387. പരിശുദ്ധ മറിയത്തിലേക്ക് ദൃഷ്ടി ഉയർത്തിയിരിക്കുന്നു. പ്രിയമുള്ള പുത്രന്മാരെ, ഒരാഴ്ച തുടർച്ചയായ സെനക്കിൾ കൂട്ടായ്മ യോഗം ചേരുന്നതിനെത്തിയിരിക്കുന്ന നിങ്ങളെയെല്ലാം ഒന്നിച്ചു കാണാൻ ഇടയായതിലൂടെ എൻ്റെ വ്യാകുലം നിറഞ്ഞ ഹൃദയത്തെ നിങ്ങൾ എത്രയധികം സമാശ്വസിപ്പിച്ചെന്നോ. എന്നോടൊത്തും ഞാൻ മുഖാന്തരവും നിങ്ങൾ നടത്തുന്ന പ്രാർത്ഥനയിൽ ഞാനും നിങ്ങളുമായി ഐക്യപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ മാതൃത്വ കൂട്ടായ്മയിൽ ഞാനും സസന്തോഷം പങ്കുചേരുകയും നിങ്ങൾ തമ്മിലുള്ള സ്നേഹം ഞാൻ നിങ്ങളിൽ പരിപോഷിപ്പിക്കുകയും നിങ്ങൾ തമ്മിൽ പരസ്പര ധാരണയുണ്ടാകുന്നതിലേക്ക് സഹായിക്കുകയും നിങ്ങൾ നിങ്ങളുടെ ഇടക്കാല സന്ധിയിൽ വിഷമം പിടിച്ച പാതയിൽ കൂടുതൽ ഐക്യത്തോടുകൂടി നടക്കുന്നതിന് ഇടയാക്കുന്നതുമാണ്. നിങ്ങൾ എൻ്റെ വിമല ഹൃദയത്തിന് നടത്തുന്നതും ദൈനംദിനം നടത്തിക്കൊണ്ടിരിക്കുന്നതുമായ ആത്മപ്രതിഷ്ഠ ഈ ദിവ്യബലി അർപ്പിക്കുന്ന സമയത്ത് ഞാൻ സസന്തോഷം സ്വീകരിക്കുന്നു. നിങ്ങളുടെ സ്വർഗീയ മാതാവിൻ്റെ മാധ്യസ്ഥത്തോടുകൂടി പരിശുദ്ധാത്മാവിൻ്റെ വരദാനം അതിസമൃദ്ധമായി നിങ്ങൾക്കായി ഞാൻ വാങ്ങിത്തരുന്നു. നിങ്ങളെൻ്റെ സമയത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ അന്ത്യകാലഘട്ടത്തിലെ എൻ്റെ പ്രേക്ഷിതരായിട്ട് നിങ്ങളിതാ ക്ഷണിക്കപ്പെടുന്നു. ഈ മാസം ഔദ്യോഗികമായി അവസാനിക്കുന്ന മരിയൻ വർഷം പുതിയൊരു കാലഘട്ടത്തിൻ്റെ തുടക്കമായി ഞാൻ ആഗ്രഹിച്ചതാണ്. ഈ കാലയളവിൽ നിങ്ങളുടെ സ്വർഗീയ അമ്മ തൻ്റെ വിമല ഹൃദയത്തിൻ്റെ വിജയം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി തൻ്റെ മക്കളുടെ ഹൃദയത്തിലും ആത്മാവിലും ജീവിതത്തിലും വളരെ കൂടുതൽ ശക്തമായ രീതിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നതാണ്. മറിയത്തിലേക്ക് ദൃഷ്ടികൾ ഉയർത്തേണ്ട സമയം സമാരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് എൻ്റെ പാപ്പ ജോൺ പോൾ രണ്ടാമൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഉയർത്തിയ ദൃഷ്ടികളുമായി മറിയത്തിങ്കലേക്ക് അങ്ങനെ എൻ്റെ അകളങ്കമായ വിശ്വാസ വെളിച്ചത്താൽ എളിമയോടെ ദൈവവചനം സ്വീകരിക്കുന്നതിനും സ്നേഹത്തോടുകൂടി അത് പാലിക്കുന്നതിനും വിശ്വസ്തയോടുകൂടി അത് പ്രഘോഷിക്കുന്നതിനും വേണ്ടുന്ന മനപ്രകാശം നിങ്ങൾക്ക് ഞാൻ തരുന്നതാണ്. നിങ്ങൾ യഥാർത്ഥ വിശ്വാസത്തിൽ നിതരാം നിലനിൽക്കുന്നതിനും നിങ്ങൾ തന്നെ വിശ്വാസത്തിൻ്റെ ധീരസാക്ഷികളായി തീരുന്നതിനുമുള്ള വഴിയിൽ ഞാൻ നിങ്ങൾക്ക് വെളിച്ചം പകർന്നു തരുന്നതാണ്. സഭാപ്രബോധന പീഠത്തെ തീർത്തും അവഗണിച്ചുകൊണ്ടുള്ള ദൈവശാസ്ത്രജ്ഞന്മാരുടെ ഗർവിഷ്ഠ മനോഭാവം നിമിത്തം വളരെയേറെ തെറ്റായ പഠനങ്ങളാണ് നിങ്ങളുടെ രാജ്യങ്ങളിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. തന്മൂലം എൻ്റെ എത്രയോ മക്കളാണ് യഥാർത്ഥ വിശ്വാസത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് മതത്യാഗത്തിൻ്റെ അന്ധകാരത്തിൽ നിവദിക്കുന്നത്. കത്തോലിക്ക സഭയുടെ എല്ലാ സത്യങ്ങളെയും പ്രത്യേകിച്ച് പ്രാധാന്യം നൽകാൻ മടിയോടെ വിശ്വാസ സത്യങ്ങളെയും പ്രഘോഷിച്ചുകൊണ്ട് മാർപ്പാപ്പയും സഭയുടെ ഔദ്യോഗിക പ്രബോധന പീഠവും നിർദ്ദേശിക്കുന്ന ഏതും ഔത്സുല്യത്തോടെ സ്വീകരിച്ചുകൊണ്ട് നിങ്ങളിന്ന് വിശ്വാസത്തിൻ്റെ ശക്തിയേറിയ സാക്ഷികളായി തീരേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഘോരാന്ധകാരത്തിലേക്ക് നടന്നു നീങ്ങുന്ന നിങ്ങളുടെ അനവധി സഹോദരന്മാർക്ക് നിങ്ങൾ പ്രകാശദീപമായി തീരണം. ദൃഷ്ടികൾ മറിയത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് നിങ്ങൾ എൻ്റെ ശുദ്ധതയുടെയും പുണ്യയോഗ്യതയുടെയും അകളങ്കമായ വെളിച്ചത്താൽ പ്രകാശിതരായി തീർന്നുകൊണ്ടിരിക്കുന്നു. എത്രയോ പേരാണ് പാപകാന്തകാരത്തിലും തിന്മയിലും അശുദ്ധിയിലും അഹങ്കാരത്തിലും ദൈവദൂഷണത്തിലും വിഗ്രഹാരാധനയിലും ഭക്തിശൂന്യതയിലും ആവരണം ചെയ്യപ്പെട്ട് കഴിയുന്നത്. പാപത്തെ അതിൻ്റെ എല്ലാ പ്രകടനങ്ങളോടും കൂടെ ശക്തമായി പടവെട്ടുന്നുള്ള ദൃഢനിശ്ചയത്തോടെ ദൈവവരപ്രസാദത്തിലും സ്നേഹത്തിലും പരിശുദ്ധിയിലും ഉപവിയിലും പുണ്യാഭ്യാസനത്തിലും നിങ്ങൾ വിശുദ്ധിയുടെ മാർഗത്തിൽ എന്നെ അനുധാവനം ചെയ്യുക. അങ്ങനെ ഭൗതികവാദം നിങ്ങളുടെ രാജ്യങ്ങൾക്ക് വരുത്തിവെച്ച അസാൻമാർഗിക രോഗം, സുഖലോലുപതയ്ക്ക് പിന്നാകിലെയുള്ള പരക്കം പാച്ചിൽ, കടിഞ്ഞാണില്ലാത്ത സ്വാർത്ഥമോഹം, അതിതീഷ്ണത, പാവങ്ങളോടും നിരാലംബരോടുള്ള സംവേദനരാഹിത്യം എന്നീ ഗുരുതര ക്ഷതങ്ങൾ സൗഖ്യമാക്കുക. അങ്ങനെ നിങ്ങൾ എൻ്റെ കളങ്കമറ്റ പ്രകാശത്താലും പ്രാർത്ഥനയാലും എൻ്റെ മാതൃസ്നേഹത്താലും പ്രശോഭിച്ചു കൊണ്ടിരിക്കുന്നു.
നിങ്ങൾ പ്രാർത്ഥനായോഗങ്ങൾ വർദ്ധിപ്പിക്കുക. എപ്പോഴും പരിശുദ്ധ ജപമാല ഉരുവിടുക. കുടുംബ പ്രാർത്ഥനാ യോഗങ്ങൾ നിങ്ങളുടെ രാജ്യമെമ്പാടും പ്രചരിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ രാജ്യത്തെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഭിന്നത, വിവാഹമോചനം, ഗർഭഛിദ്ര നിയമാനുസാധുത്വം, ജീവനെ ഹനിക്കുന്ന വിവിധ രീതികൾ എന്നിവയ്ക്ക് പ്രതിവിധി കാണുക. നിങ്ങളുടെ പ്രാർത്ഥനകൾ എല്ലായ്പ്പോഴും ദിവ്യകാരുണ്യ ഈശോയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതായിരിക്കണം. അത് തുടർച്ചയായ ആരാധനയുടെയും പരിഹാരത്തിൻ്റെയും ദിവ്യകാരുണ്യനാഥനോടുള്ള സ്തുതിയുടെയും കൃതജ്ഞതയുടെയും പ്രാർത്ഥനയായിരിക്കട്ടെ. ദിവ്യകാരുണ്യത്തിൽ സന്നിഹിതനായിരിക്കുന്ന ഈശോയോടുള്ള സ്നേഹവും ആരാധനയും എല്ലായിടത്തും പുതുക്കി വർദ്ധമാനമാക്കുന്നതിനിടയാകുമാറാകട്ടെ. ക്രിസ്തുവിൻ്റെ പ്രതാപപൂർണമായ രാജവാഴ്ചയും ഈശോയുടെ ദിവ്യകാരുണ്യ വിജയവും ഒരേ സമയത്ത് സംഭവിക്കുന്നതാണ്. ഈശോയെ സ്നേഹിക്കുക, അനുകരിക്കുക. ലോകത്തിൻ്റെ അവജ്ഞയുടെ പാതയിലൂടെ നിങ്ങൾ നടക്കുക. മഹാദുരന്തത്തിൻ്റെ നിമിഷങ്ങളിൽ എൻ്റെ മാതൃനിർവിശേഷവും കാരുണ്യാർദ്രവുമായ ദൃഷ്ടികളുടെ തണലിൽ ക്രിസ്തുവിൻ്റെ പ്രകാശം മാത്രമായിരിക്കട്ടെ നിങ്ങളെ ഉജ്ജ്വലിപ്പിക്കുന്നത്. എൻ്റെ പ്രകാശം ഒരു ഉഷകാലം എന്ന പോലെ കിഴക്കുനിന്ന് പരന്ന് കൂടുതൽ ശക്തിയോടുകൂടി ലോകം മുഴുവൻ വ്യാപിക്കുന്നതാണ്. ഈ നിബിഡാന്ധകാര ദിനങ്ങളിൽ ക്രിസ്തുവിൻ്റെയും നിങ്ങളുടെയും വിമല മാതാവിൻ്റെ വെളിച്ചത്തോടുകൂടി ഈ പ്രാർത്ഥനായോഗത്തിൽ നിന്ന് തിരികെ പോയി ഭൂമിയെ പ്രകാശമാക്കുക. ആസ്ട്രിയയും ജർമ്മനിയും എന്ന പോലെ അപാരമായ അടിമത്തത്തിൽ അകപ്പെട്ടു പോയിരിക്കുന്ന ചുറ്റുപാടുമുള്ള എല്ലാ രാജ്യങ്ങളെയും ഇവിടെ നിന്ന് ഞാൻ ആശീർവദിക്കുന്നു. അതുപോലെ അവരുടെ വിമോചനം സമീപസ്ഥമായിരിക്കുന്ന വിവരം ഇന്ന് അവരെ അറിയിക്കുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഇന്നത്തെ വായന അവസാനിക്കുമ്പോൾ കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് നമുക്ക് നമ്മെ ഒരിക്കൽ കൂടി സമർപ്പിക്കാം. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് നമ്മെ തന്നെ പ്രതിഷ്ഠിക്കാം. ജപമാലകൾ കൂടുതലായി ചൊല്ലിക്കൊണ്ടും കൂടുതലായി പ്രാർത്ഥിച്ചുകൊണ്ടും പ്രായശ്ചിത്ത പ്രവർത്തികൾ ചെയ്തുകൊണ്ടും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തോട് നമുക്ക് വിശ്വസ്തതയുള്ളവരായിരിക്കാം. ലോകത്തിൻ്റെ വഴിയെ പോകാതെ കർത്താവിൻ്റെ വഴിയെ നമുക്ക് പിൻചെല്ലാം. പരിശുദ്ധ അമ്മ അതിന് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധ ത്രിത്വം നമുക്ക് കൂട്ടായിരിക്കട്ടെ. ഈശോയുടെ നാമത്തിന് മാത്രം മഹത്വം ഉണ്ടായിരിക്കട്ടെ. യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ നന്ദി. ദൈവമേ സ്തോത്രം, ദൈവമേ ആരാധന, ദൈവമേ നന്ദി. പരിശുദ്ധാത്മാവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ ആരാധന, പരിശുദ്ധാത്മാവേ നന്ദി. യേശുവേ നന്ദി, ദൈവമേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.